ചെല്ലാനത്തെ കടൽ കയറ്റ പ്രശ്നം പരിഹരിക്കുന്നതിൽ സർക്കാർ അനാസ്ഥ തുടരുകയാണെന്ന് ആരോപിച്ച് കണ്ണമാലിയിൽ പ്രദേശവാസികളുടെ ഹർത്താലും റോഡ് ഉപരോധവും. ചെല്ലാനം കൊച്ചി ജനകീയ വേദിയുടെ നേതൃത്വത്തിലാണ് ഫോർട്ട് കൊച്ചി ആലപ്പുഴ തീരദേശപാത ഉപരോധിക്കുന്നത്. രാവിലെ 6 മണിക്ക് തുടങ്ങിയ സമരം ഇപ്പോഴും തുടരുകയാണ്. ഡെപ്യൂട്ടി കളക്ടർ ഇ അബ്ബാസ് സമരക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും സമരക്കാർ വഴങ്ങിയില്ല. കണ്ണമാലി പോലീസ് സ്റ്റേഷന് സമീപം രാവിലെ 6 മണിയോടെയാണ് ഉപരോധം തുടങ്ങിയത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 400-ലേറെ പേർ സമരത്തിൽ പങ്കെടുത്തു. ചെല്ലാനത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും വരെ സമരം തുടരുമെന്നാണ് നാട്ടുകാരുടെ നിലപാട്. ഡെപ്യൂട്ടി കളക്ടർ സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. ഞങ്ങൾക്ക് ഇത് പ്രതിവിധി കാണുന്നത് വരെ ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടേയിരിക്കും. നേടിയിട്ടേ ഇവിടുന്ന് പോവുള്ളൂ. അധികൃതരാരും എത്തിയിട്ടില്ലല്ലേ ഇതുവരെ. ഞങ്ങൾ 1 വർഷം കഴിഞ്ഞില്ലേ ഇപ്പൊ ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് സമരം ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇന്നേ വരെ ഒരു അധികൃതരും വന്ന് ഞങ്ങളെ കാണുകയോ ഞങ്ങളോടൊന്ന് ചോദിക്കുക പോലും ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിപ്പോ ഇങ്ങനെ ഇവിടെ കൂടേണ്ടി വന്നത്. പ്രദേശവാസികളുടെ പരാതി ലഭിച്ചാൽ ഇടപെടുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പ്രതികരിച്ചു. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിനനുസരിച്ച് അവരാരും എൻ്റെ അടുത്ത് വന്നിട്ടില്ല. അതിൻ്റെ കാര്യങ്ങൾ പഠിച്ചിട്ട് ചർച്ച നടത്തി. ഇല്ല, ആരും വന്നില്ല. കടലാക്രമണത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് ചെല്ലാനം കൊച്ചി ജനകീയ വേദി 2019 മുതൽ സമരരംഗത്തുണ്ട്. 2021-ൽ 10 കിലോമീറ്റർ ദൂരം കരിങ്കൽ ഭിത്തിയും ടെട്രാപോഡും പുലിമുട്ടുകളും നിർമ്മിക്കാൻ സർക്കാർ അനുമതി കൊടുത്തിരുന്നു. 344 കോടി രൂപ കിഫ്ബിയിലൂടെ നീക്കിവെക്കുകയും ചെയ്തു. എന്നാൽ 7.36 കിലോമീറ്റർ സ്ഥലത്ത് കടൽ ഭിത്തിയും 6 പുലിമുട്ടുകളും മാത്രമാണ് നിർമ്മിച്ചത്. 2ാം ഘട്ടത്തിന് 247 കോടി വകയിരുത്തിയെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയില്ല. ഇതോടെയാണ് വീണ്ടും സമരം തുടങ്ങിയത്. റിപ്പോർട്ടർ, കൊച്ചി.